لله الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى آثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സഹോദരങ്ങളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീമായുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് സൂറത്തിൽ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും ജീവിതത്തിൽ സമ്പൂർണമായി നടപ്പിലാക്കി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാരിൽ ഉണ്ടാകേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളാണ് സൂറത്ത് ഫുർഖാനിലെ അവസാന ഭാഗത്ത് വിശദീകരിച്ച ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി നാം മനസ്സിലാക്കി വരുന്നത്. അതിൽ 68-ാമത്തെ വചനത്തിൽ ഇബാദുർ റഹ്മാന്റെ ഗുണവും സ്വഭാവം അല്ലാഹു വിശദീകരിച്ചത് അവർ അല്ലാഹുവല്ലാത്ത മറ്റൊരാളോടും പ്രാർത്ഥിക്കുകയില്ല എന്നും അതുപോലെ അല്ലാഹു പവിത്രമാക്കിയ ആത്മാക്കളെ വധിക്കുകയില്ല എന്നുമുള്ള സന്ദേശമാണ് നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ആയത്തിൽ അതിന്റെ കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ വലാ യസ്നൂൻ എന്നതാണ്. അഥവാ അവർ വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക യൽഖ ആസാമ, തീർച്ചയായും ആരെങ്കിലും അത് പ്രവർത്തിച്ചാൽ, അങ്ങനെ ചെയ്താൽ അവന് പാപിയായിത്തീരും എന്ന് മാത്രമല്ല യുളഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന, തീർച്ചയായും ഖിയാമത്ത് നാളിൽ ഇരട്ടിയായി അവന് ശിക്ഷ നൽകപ്പെടുകയും മൂന്നനായിക്കൊണ്ട് അപമാനിതനായിക്കൊണ്ട് ആ നരകത്തിൽ അവന് ശാശ്വതവാസം വിധിക്കപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സെക്സ്, ലൈംഗികത മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരുണ്യവാനായ തമ്പുരാന്റെ അപാരമായ യുക്തിയുടെ ഭാഗമാണ്. മനുഷ്യൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി അവന്റെ തലമുറ നിലനിൽക്കത്തക്ക വിധത്തിൽ റീപ്രൊഡക്ഷനെ സെക്സുമായി ബന്ധപ്പെടുത്തി എന്നത്. ആ സെക്സിന്റെ കാര്യത്തിൽ രണ്ട് കാഴ്ചപ്പാട് ലോകത്തുണ്ടായി തീർന്നിട്ടുണ്ട്. ഒന്ന്, സെക്സ് പാപമാണ്, അതുകൊണ്ട് മനുഷ്യമോചനത്തിന്റെ മാർഗം ലൈംഗികതയിൽ നിന്ന് കുടുംബജീവിതത്തിൽ നിന്നൊക്കെ മാറി നിന്നുള്ള ഏകാന്തവാസം അല്ലെങ്കിൽ ബ്രഹ്മത്തെ ചതിക്കുക, ലോകത്തെ തന്നെ ചതിക്കുക എന്ന സന്യാസമെന്ന ആശയം. രണ്ടാമത്തേത് പടിഞ്ഞാറൻ ലോകം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലിബറലിസത്തിന്റെ ലോകം മുന്നോട്ട് വെക്കുന്ന സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികത, പരിധിയില്ലാത്ത നിയമങ്ങളോ വിലക്കുകളോ ഇല്ലാത്ത ലൈംഗികത. ഇത് രണ്ടും പ്രകൃതി വിരുദ്ധമാണ്.
പ്രകൃതിപരമായ ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമായ ലൈംഗികതയെ പരിശുദ്ധവും പരിഭാവകരമായ ഒരു തലത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. വിവാഹത്തിൽ മാത്രം ലൈംഗികതയെ ഒതുക്കിക്കൊണ്ട് അതിനപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം പാപമാണ്, നിങ്ങളുടെ നാശത്തിലേക്കുള്ള ഹേതുവാണ് എന്ന് ഗൗരവത്തോടുകൂടി അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റഹ്മാനായ നാഥന്റെ അടിമകളായ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയായിട്ടാണ് ഈ കാര്യത്തെ അല്ലാഹുവിന്റെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളിലും ഇതേ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. വിജയികളായ വിശ്വാസികളുടെ കാര്യം എടുത്തു പറയുന്നിടത്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലായിക ഹുമുൽ ആദൂൻ എന്നിങ്ങനെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ വിജയികളായ ദാസന്മാർ അവർ തങ്ങളുടെ മുഖ്യാവയവത്തെ സൂക്ഷിക്കുന്ന ആളുകളാണ്. സ്വന്തം നിലകളിലോ അല്ലെങ്കിൽ അല്ലാഹു അടിമപ്പെടുത്തിയ അഥവാ അടിമകളായിട്ടുള്ള ആളുകളിൽ അനുവദനീയമായ വിഭാഗങ്ങളിൽ മാത്രമാണ് നിങ്ങളതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തുള്ള മാർഗം ആരെ തേടിയാലും തീർച്ചയായും അത് ശിക്ഷയ്ക്ക് നാശത്തിനുള്ള ഹേതുവാണ് എന്ന് വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുന്നു. അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമത്തം ഇല്ലായ്മ ചെയ്യാൻ സാധ്യമാകുന്ന നിലക്കുള്ള നിയമാവലികളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് വിഷയത്തിന്റെ മറ്റൊരു ഭാഗമാണ്, അങ്ങോട്ട് പോകുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾ അതുകൊണ്ട് തന്നെ അടിമകളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ലൈംഗികതയ്ക്ക് ആധുനിക സമൂഹത്തിൽ പ്രസക്തിയില്ല. ഇവിടെ നിലനിൽക്കുന്ന സമൂഹത്തിൽ വിവാഹത്തിലൂടെയുള്ള ലൈംഗികത അത് മാത്രമാണ് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതിനപ്പുറത്തുള്ള വ്യഭിചാരമെന്ന തിന്മയെ അത് ശക്തമായ പാപമായിട്ട് പടച്ചതമ്പുരാൻ കാണുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, അയ്യുൽ ദംബി അഅലം, ഏതാണ് വലിയ പാപം? തിന്മകളിൽ ഗൗരവതരമായ പാപങ്ങളിൽ വെച്ച് വമ്പിച്ചത് ഏതാണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയ കാര്യം, നിന്നെ സൃഷ്ടിച്ച റബ്ബിൽ നീ സമന്മാര് വെക്കും. നിന്റെ സൃഷ്ടാവും അന്യദാതാവും സംരക്ഷകനും ഒക്കെ ആ റബ്ബാണെന്നുള്ള എനിക്ക് അവനെ സമന്മാര് വെക്കുക, അതാണ് വലിയ പാപം. തുടർന്ന് അതിന്റെ ചോദിക്കാൻ കാല അയ്യം പിന്നെ പറയലാണ് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ചിട്ട് നിന്റെ കുഞ്ഞിനെ കൊല്ല. അതും കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കുകയുണ്ടായി. ഭ്രൂണഹത്യയും ജനിച്ച ശേഷം കൊല്ലമൊക്കെ ദാരിദ്ര്യം പറയുന്ന മക്കളെ കൊല്ല വമ്പിച്ച പാപമാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കാണ്, സുമ്മാ ഇതിന് ഏതാണ് പ്രവാചകൻ? റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക. وأنزل الله تصديق قول النبي صلى الله عليه وسلم والذين لا يدعون مع الله إلها آخر എന്ന ഈ ആയത്ത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. റസൂൽ പറഞ്ഞ ഇക്കാര്യം മൂന്നാമത്തേത് വമ്പിച്ച പാപം അയൽവാസിയെ വ്യഭിചരിക്കുക എന്ന കാര്യവും അതിന്റെ ഗൗരവം ഈ ആയത്തോട് ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. മാത്രമല്ല, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവന്റെ നീചമായ പ്രവർത്തനങ്ങളിൽ അങ്ങേറ്റം മോശമായിട്ടുള്ള കാര്യം വ്യഭിചാരമാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ കാണാം, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് ഒരിക്കലും തന്നെ വിശ്വാസിയായ അവസ്ഥയിൽ ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയില്ല. അഥവാ വ്യഭിചരിക്കുമ്പോൾ അയാളിൽ നിന്ന് ഈമാൻ മാറുന്നു എന്നർത്ഥം. അത് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വചനത്തിൽ എങ്ങനെ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ഇദാ സന റജുലു ഖറജ മിൻഹുൽ ഈമാൻ. ഒരാൾ വ്യഭിചരിക്കുമ്പോ ഈമാൻ അയാളിന് പുറത്തു പോകുന്നു. കാന അലൈഹി ഖല്ലുൽ. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ഈമാൻ അയാളിന് പുറത്തു പോയിട്ട് അയാളുടെ മേലെ തലക്ക് മുകളിൽ ഒരു കുട പോലെ അത് നിൽക്കും. ഈമാൻ
ആ മ്ലേച്ഛ കൃത്യത്തിൽ നിന്ന് അയാൾ വിരമിച്ചാൽ ഈമാൻ അയാളിലേക്ക് തിരിച്ചു വരും. അഥവാ മുഅ്മിനായിക്കൊണ്ട് ഒരാൾ ലൈംഗിക തിന്മയിൽ ഏർപ്പെടുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈമാൻ അയാളെന്ന് പോയിട്ട് അത് അയാളുടെ ഉപരിഭാഗത്തൊരു കുടപോലെ നിൽക്കുമെന്നും ആ തിന്മ കഴിഞ്ഞ ശേഷമേ അത് അയാളിലേക്ക് തിരിച്ചു വരികയുമുള്ളൂ എന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ലൈംഗികമായ തിന്മയുടെ വ്യഭിചാരത്തിന്റെ അപകടങ്ങൾ നിരവധിയാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒന്ന്, റബ്ബിന് അങ്ങേയറ്റം കോപം ആ സന്ദർഭത്തിൽ ഉണ്ടാകും എന്നതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് വർദ്ധിച്ചു വരുന്ന ഭൂകമ്പങ്ങൾക്ക് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ്, എന്താണ് അതിന്റെ കാരണം? ഒരു സ്ത്രീ വ്യഭിചരിക്കാൻ വേണ്ടി തന്റെ വസ്ത്രം നീക്കിയാൽ വാനലോകത്തുള്ള റബ്ബ് കോപിക്കുന്നു. എന്നിട്ട് ഭൂമിയോട് അവർ കൽപ്പിക്കും, ആ മനുഷ്യരുമായി കുലുങ്ങൂ എന്ന് അല്ലാഹു ഭൂമിയോട് കൽപ്പിക്കുമെന്നാണ്. വ്യഭിചാരം ഒരു സമൂഹത്തിൽ വർദ്ധിച്ചു വന്നാൽ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്നതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ലാ അഹദ അഗ്യറു മിനല്ലാഹ് ഫലിദാലിക ഹറമൽ ഫവാഹിശ മാ വഹറ മിൻഹാ വമാ ബത്തൻ. വ്യഭിചാരത്തോടും അധാർമികമായ ഈ തിന്മയോടുള്ള അത്രയും അല്ലാഹുവിന്റെ രോഷമുള്ള പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു രോഷം കൊള്ളുമ്പോ റബ്ബിനോളം രോഷം കൊള്ളുന്ന ഒരാളുമില്ല. അതുകൊണ്ടാണ് ഫവാഹിശകളിൽ നിന്ന് അധർമ്മങ്ങളിൽ നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പറയുന്നത്. അധർമ്മങ്ങൾ ചെയ്യുമ്പോ അല്ലാഹു കോപിക്കും. അല്ലാഹു കോപിക്കുമ്പോ ശിക്ഷ ഇറങ്ങും. ഈ ഭൂമിയിൽ അതിന്റെ അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു സമിഅ അബൂ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് അദ്ദേഹം കേട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ യഗാറു വഗൈറത്തുല്ലാഹി അൻ യഅതിൽ മുഅ്മിൻ മാ ഹറമല്ലാഹ്. അല്ലാഹു അഭിമാന രോഷം കൊള്ളും. ഒരു വിശ്വാസി അല്ലാഹു നിഷിദ്ധമായത് പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഈ രോഷം കൊള്ളൽ ഉണ്ടായിത്തീരുക. അതുകൊണ്ട് പടച്ചവന്റെ കോപം അതിഗൗരവതരമായ നിലക്ക് ബാധിക്കുന്ന ഒരു ഘട്ടമാണ് ഒരാൾ ലൈംഗികമായ തിന്മയിൽ ഏർപ്പെടുന്ന സന്ദർഭം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറ സിനാ വർ-റിബാ ഫി ഖറയ. ഒരു നാട്ടിൽ രണ്ട് തിന്മകൾ വ്യാപകമായി കഴിഞ്ഞാൽ, ഏതൊക്കെ രണ്ട് തിന്മകൾ? ഒന്ന് പലിശ, രണ്ട് വ്യഭിചാരം. ഇത് രണ്ടും ഒരു നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടാൽ, പ്രകടമായാൽ ആ ജനത സ്വയം അവരുടെ മേലിൽ അല്ലാഹുവിന്റെ ശിക്ഷ വരുത്തി വെക്കുകയാണ്. രണ്ടിന് സമൂഹത്തിൽ വ്യാപകമാണ്. ലൈംഗികമായ തിന്മ, സാമ്പത്തികമായ തിന്മയിൽപ്പെട്ട പലിശ. വ്യഭിചാരവും പലിശയും ഒരു നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞാൽ ആ ജനത അല്ലാഹുവിന്റെ ശിക്ഷ ചോദിച്ചു വാങ്ങുകയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല മാറാ രോഗങ്ങൾ ഈ തിന്മ കാരണം പ്രചരിക്കുമെന്നതാണ്. നമുക്കറിയാം, 1980-കൾക്ക് ശേഷം ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന ഭീകരമായ രോഗം. ആ രോഗവുമായി ബന്ധപ്പെട്ടതിന്റെ ആദ്യത്തെ കാരണം ഇവിടെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷണങ്ങളെല്ലാം എത്തിച്ചേർന്നത് മനുഷ്യന്റെ ലൈംഗിക തിന്മകളിലാണ്. ആൾക്കൂട്ടങ്ങളുമായും മനുഷ്യൻ ഏർപ്പെട്ടിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിലാണ് എയ്ഡ്സിന്റെ രോഗാണുവിന്റെ സാന്നിധ്യത്തെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ സാധിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ലൈംഗികമായ അരാജകത്വം ഒരു ജനതയിൽ പരസ്യമായ രീതിയിൽ വെളിവായാൽ അവരുടെ പൂർവികർക്ക് ബാധിച്ചിട്ടില്ലാത്ത പകർച്ചവ്യാധികളും അതുപോലെ തന്നെ വേദനയും അവരിൽ വ്യാപിക്കും. പൂർവികർ ബാധിച്ചിട്ടില്ലാത്ത മാറാ രോഗങ്ങളും വേദനകളും നിങ്ങളെ ബാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിന്മയെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്.
മനുഷ്യർക്ക് ഉറപ്പില്ലാതാകുന്ന ഒരവസ്ഥ വരും. മുമ്പ് പലപ്പോഴും ഇവിടെ ഉദ്ധരിച്ച ഒരു പ്രഭാതം മുതൽ പ്രദോഷം വരെ നീണ്ടിരുന്ന നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മാത്രം റസൂലുള്ള മിമ്പറിൽ നിന്ന് പറഞ്ഞിറങ്ങി ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന സുദീർഘമായ റസൂലുള്ളയുടെ ഉപദേശം വിഷയമൊന്നു മാത്രം, അന്ത്യനാളിൽ സംഭവിക്കയില്ല, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞ് അന്ത്യനാളിലെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രസംഗത്തിൽ റസൂലുള്ള പറഞ്ഞതാണ് വ്യഭിചാരം വർദ്ധിക്കും. വ്യഭിചാരം വർദ്ധിച്ചിട്ട് ഉടുപ്പില്ലാതെ നാണമില്ലാതെ കഴുതകൾ പൊതുവഴിയിൽ വെച്ച് ഇഴചേരുന്ന പോലെ മനുഷ്യർ പൊതുവഴിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നൊരവസ്ഥ വരും. മറ്റൊരു വയറ്റിൽ അവിടുന്ന് തുടർന്ന് പറഞ്ഞു, അന്നത്തെ സന്ദർഭം നിങ്ങൾക്കിതൊന്ന് മാറുമെന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരാകും അക്കാലത്തെ ഏറ്റവും വലിയ എന്നാണ്. അത്രയേറെ വ്യഭിചാരം ഒരു പൊതു അവസ്ഥയിൽ സമൂഹത്തെ പിടികൂടുന്ന, നാണം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ഗൗരവകരമായ ശിക്ഷ وأما الرجال والنساء العراة الذين في مثل بناء التنور فإنهم الزنات والزواني. അടുത്തുപോലെയുള്ള ഒരു ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. അതിൽ ചില ആളുകൾ ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. നഗ്നരായ സ്ത്രീ പുരുഷന്മാർ. ആരാണത്? മലക്കുകൾ അറിയിച്ചു കൊടുത്തു, വ്യഭിചാരികളായ ആളുകളാണ്. നരകീയമായ ശിക്ഷ, കഠോരമായ നരകശിക്ഷ, താഴ്ഭാഗത്ത് വിശാലവും മേൽഭാഗം ഇടുന്നതുമായ ഒരു പാത്രം പോലുള്ള ഒരു പ്രത്യേകമായ സംവിധാനത്തിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ തീയിൽ നേരുകയും താഴുകയും ചെയ്യുന്ന ആ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കാണാൻ സാധിച്ചതാണ്. മലക്കുകൾ അറിയിച്ചു കൊടുത്തു, അത് വ്യഭിചാരികളായ ആളുകളാണ്, അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്. ഈ വിഷയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമാണ്. കാരണം ബാക്കി ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ സൂക്ഷ്മത പാലിച്ചാലും കണ്ണും മനസ്സും ലൈംഗികാവയവും സൂക്ഷിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ രണ്ടവയവങ്ങളുടെ കാര്യത്തിൽ എനിക്കുറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യും. അതിൽ നാവും അതുപോലെ ലൈംഗികാവയം, ഇത് രണ്ടിനെയും സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പുവരാമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തിന്മയെക്കുറിച്ച് അങ്ങേറ്റത്തെ ഗൗരവമായ ബോധമുണ്ടാവുകയും ആ തിന്മ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള ആളുകളിൽ അത് ആരോപിക്കുക എന്നതും ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. വ്യഭിചരിച്ചത് വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊള്ളലും അവിവാഹിതനാണെങ്കിൽ 100 ചാട്ടവാറടിയും ഇസ്ലാം ശിക്ഷയായി വിധിച്ചിട്ടുള്ളതാണ്. എന്നാൽ സാക്ഷികളില്ലാതെ, ആരെങ്കിലും 4 സാക്ഷികളില്ലാതെ ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ അവനെയും 80 അടി ശിക്ഷ നൽകണമെന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ ആരോപിക്കലും വളരെ ഗൗരവകരമാണ് എന്നർത്ഥം. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ കാലം. അത്തരം വാർത്തകളെയൊക്കെ യാതൊരു സൂക്ഷ്മതയുമില്ലാതെ ഫോർവേഡ് ചെയ്യുക. അങ്ങനെ ഒരാളെയും ഒരു പുരുഷനെയും ഒരു സ്ത്രീയും കണ്ടാൽ ഇന്ന ആളുകളെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, അവരിപ്പോ അങ്ങനെ വലിയ കമ്പനിയാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ആളുകൾക്കിടയിൽ പ്രചാരണം നടത്തുക. ഇത് ഒരു ഇസ്ലാമിക സ്റ്റേറ്റിൽ തീർച്ചയായും 80 ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന നിലക്കുള്ള ഗൗരവകരമായ കാര്യമായിട്ടാണ് വ്യഭിചാരത്തിന്റെ ആരോപണത്തെ ഇസ്ലാം കാണുന്നത്. മാത്രമല്ല, വിശുദ്ധയായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത്തരം ആരോപണം ഉന്നയിക്കുന്നത് തീർച്ചയായും 7 മഹാപാപങ്ങളിൽ ഒന്നായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ സംഭവിക്കുമ്പോൾ ആ തിന്മ സംഭവിക്കാനുള്ള ഇടയുള്ള അതിലേക്ക് ചെന്നു ചേരുന്ന കവാടങ്ങളെ കൊത്തിയടക്കുകയാണ് ഈ മതം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു.
വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം എന്നാണ് അല്ലാഹു ഖുർആനിലൂടെ കൽപ്പിക്കുന്നത്. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നതാണ്. ആ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകാൻ ഇടയുള്ള സാഹചര്യങ്ങളിലായി ചെയ്യുന്നു. ഒന്നാമത് ഇവിടെങ്ങാണ് വ്യഭിചാരത്തിന്റെ തുടക്കമുണ്ടാവുക? നോട്ടത്തിൽ നിന്നാണ്, കണ്ണുകളിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന സൂറത്ത് നൂർ 30-ാമത്തെ ആയത്തിലൂടെ സത്യവിശ്വാസികളായ ആളുകളോട് കൽപ്പിക്കുക അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ വേണ്ടി, അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാനും വേണ്ടി. കണ്ണുകളെ താഴ്ത്തണം, ലൈംഗിക അവയവത്തെ സൂക്ഷിക്കണം എന്നതാണ്. ഇത് രണ്ടും പരസ്പര ബന്ധമുള്ള കാര്യമാണ് എന്നർത്ഥം. നോട്ടമാണ് തിന്മയിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് കണ്ണുകളുടെ കാര്യത്തെ സൂക്ഷ്മത പാലിക്കുക. അത് നേർക്കുനേരെയുള്ളൊരു നോട്ടം മാത്രമല്ല, ആധുനികമായ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്കറിയാം ഒരു അധ്യക്ഷനായി വളർന്നു വരുന്ന രോഗമാണ് ഫോൺ വീഡിയോസിനോടുള്ള താല്പര്യമെന്നത്. വൈകുന്നേരങ്ങൾ ആരും കാണാതെ അത്തരത്തിലുള്ള രംഗങ്ങൾ കണ്ടാസ്വദിക്കുക, മണിക്കൂറുകൾ അതിനുവേണ്ടി വിനിയോഗിക്കുക. അതൊരു മാനസിക രോഗമായി ഇത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. സൂക്ഷിക്കണം നമ്മൾ. തിന്മയിലേക്കുള്ള കവാടങ്ങൾ പിശാച് തുറക്കൽ അങ്ങനെയൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ അലൈ ബനി ആദമ ഹുദൂഹു മിനൽ സിനാ അദ്റക ദാലിക ലാ മഹാല. തീർച്ചയായും ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അവന്റെ ശരീരത്തിലെ ഓരോ അവയവത്തിനും അല്ലാഹു വ്യഭിചാരത്തിന്റെ വിഹിതം കണക്കാക്കിയിട്ടുണ്ട്. ഫസ്നൽ ഐനൈൻ അന്നമർ, കണ്ണിന്റെ വ്യഭിചാരം എന്നത് നോട്ടമാണ്. വസ്നൽ ലിസാൻ അന്നഖഖ്, നാവിന്റെ വ്യഭിചാരം എന്നത് അത് സംസാരമാണ്. അതുപോലെ തന്നെ കൈയുടെ വ്യഭിചാരം എന്നത് പിടിക്കലാണ്. കാലിന്റെ വ്യഭിചാരം എന്നത് നടക്കലാണ്. ഇങ്ങനെ ഓരോ അവയവത്തിനും ഈ കർമ്മത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു, മനസ്സ് ആഗ്രഹിക്കുന്നു, മനസ്സത് അഭിലഷിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ അവന്റെ ദുഷ്യസ്ഥാനം യാഥാർത്ഥ്യമാക്കുകയോ അല്ലെങ്കിൽ കളവാക്കുകയോ ചെയ്യും എന്നതാണ്. അത് ഓരോ അവയവവും കൂടിച്ചേർന്നുകൊണ്ടാണ് ആ തിന്മയിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നോട്ടത്തിൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുക, സംസാരത്തിൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുക. എത്ര സംഭവങ്ങളാണ് നമുക്കറിയാം. സ്ത്രീക്ക് സഹോദരിക്കൊരു മിസ്കോൾ വരുന്നു, തിരിച്ചു വിളിക്കുന്നു, കുടുകുണങ്ങി സംസാരിക്കുന്നു, ആ വിളി തുടരുന്നു, അതൊരു ബന്ധമായി രൂപപ്പെടുന്നു, കുടുംബ ചിത്രതയിലേക്ക് എത്തുന്നു. ഒന്നാമത്തെ നിമിഷത്തിൽ നോ പറയാൻ സാധിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ് യൂസുഫ് എന്ന അലൈഹിസ്സലാം സുന്ദരനായ കോമളനായ ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീട്ടില് സുന്ദരിയായ സ്ത്രീ മാറി വിളിക്കുന്നു, വാതിൽ കൊട്ടിയടക്കുന്നു. എന്നിട്ട് ഹൈത്തലക്, എങ്ങോട്ട് എന്ന് പറഞ്ഞു വിളിച്ചപ്പോ തീർച്ചയായും എന്റെ റബ്ബെ സ്മരണം, അക്രമം പ്രവർത്തിക്കുന്നവർ എന്റെ റബ്ബ് വിജയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ മാടി വിളിച്ച അതിൽ കൊട്ടിയടച്ച് ആ പിന്നീട് ഈ സുന്ദരനായ യുവാവിനെ മാടി വിളിച്ചപ്പോ മാന്യമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെയാണ് സൂറത്തുൽ യൂസുഫിൽ നമ്മൾ കാണുന്നത്. തിന്മയുടെ സാഹചര്യങ്ങളിൽ ആ വിധത്തിൽ മഴവെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഒന്നാമത്തെ നിമിഷം തന്നെ അത് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ ചെന്നു ചേരുക എന്നുള്ളത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ തിന്മയിലേക്ക് എത്തിച്ചേരാനുള്ള കവാടങ്ങളെ കുത്തിയടക്കുക എന്നതാണ് പ്രധാനമായി നാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു ലൗകിക ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന അക്കാരണത്താൽ റഹ്മാനായ റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമയിൽ ഉൾപ്പെടാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى الله على النبي وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ
അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് സൂറത്തുൽ മുഅ്മിനൂൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് കൽപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനിടയുള്ള തിന്മകളെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയാണ്. ആണും പെണ്ണും തമ്മിലുള്ള മ്ലേച്ഛമായ ലൈംഗിക ബന്ധം പോലെ തന്നെ അതിന്റെ മറ്റൊരു തലം അതിൽപ്പെട്ടതാണ് സ്വയംഭോഗം എന്നുള്ളത്. ഒരു വ്യക്തി സ്വയം തന്നെ നടത്തുന്ന ലൈംഗിക ആസ്വാദനമാണ് സ്വയംഭോഗം, മുഷ്ടിമൈഥുനം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കാര്യം. അത് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭൗതികമായ തലങ്ങളിൽ തന്നെ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ വ്യക്തമാക്കിയതാണ്. അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗികതയുടെ ആസ്വാദനം ശരിയായ വിധത്തിൽ ആസ്വദിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദീൻ അത്തരം കാര്യങ്ങളെ തിന്മയായിട്ടാണ്, പാപമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്നെ സ്വർഗരതി, ശവരതി, മൃഗരതി എന്നിങ്ങനെ തുടങ്ങുന്ന ആധുനിക കാലഘട്ടത്തിലുള്ള ആളുകൾ വലിയ ഫാഷനായി പുരോഗമനമായി ഉയർത്തിപ്പിടിക്കുന്ന കാര്യം. ആണും പെണ്ണും എന്നുള്ള അവസ്ഥ വേണ്ടതില്ല. വളർന്നു വരുമ്പോൾ എന്തിനോടാണോ താല്പര്യം ആ നിലക്ക് മുന്നോട്ടു പോകാൻ സാധിക്കണം. അതാണല്ലോ ഇന്ന് ലിബറലിസത്തിന്റെ സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആണും തമ്മിലും പെണ്ണും തമ്മിലുമുള്ള പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധം അത് പലപ്പോഴും സർക്കാരുകളുടെ അംഗീകാരം നൽകുന്ന നിയമത്തിന്റെ പരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം വലിയ പാപമായിട്ടാണ് അതിനെ കാണുന്നത്. അത് നിലനിന്ന ഒരു ജനത മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലോ ഉപയോഗിച്ചൊരു വാക്ക് സൂറത്തുൽ ഹിജ്ർ 72-ാമത്തെ വചനത്തിൽ എന്നാണ്. അവർ അതിന്റെ ഒരു ലഹരിയിൽ മുഴുകുകയായിരുന്നു എന്നതാണ്. അഥവാ അതൊരു ലഹരിയായി മനുഷ്യരിൽ നിലനിൽക്കും എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, ആ തിന്മ ചെയ്ത ജനതയെ തൊട്ടടുത്ത 74-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ആ തിന്മ അവരിൽ വ്യാപകമായി തീർന്നപ്പോ, ശിർക്കിന്റെ കൂടെ ആ തിന്മയും അവർ ചെയ്തുകൊണ്ടിരുന്നപ്പോ അല്ലാഹു അവരെ ശിക്ഷിച്ചു. അവരുടെ മേൽഭാഗം അടിഭാഗമാകത്തക്ക വിധം അഥവാ കീഴ്മേൽ അവരെ മറിക്കുകയും ചുടുകട്ടകൾ അവരിൽ വർഷിപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഇന്ന് ആ ഭൂപ്രദേശം എന്ന ചാവുകടലെന്ന ജീവന്റെ സാന്നിധ്യം പ്രയാസകരമാകുന്ന ഒരു പ്രദേശം ദൃഷ്ടാന്തമായി അല്ലാഹു ലോകത്ത് ബാക്കിയാക്കുകയും ചെയ്തിരിക്കുന്നു. സ്വർഗരതി എന്ന തിന്മ. അത് മാത്രവുമല്ല, ഈ തിന്മയിലേക്ക് എത്താനുള്ള എല്ലാ കവാടങ്ങളെയും ഇസ്ലാം കുട്ടിയടക്കുന്നു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ വലൽ മർഅതു ഇലാ ഔറത്തി മർഅ. ഒരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കരുത്, ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കരുത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു: വലാ യഫ്ലിർ റജുലു ഇലാ റജുലി ഫീ സൗബിൻ വാഹിദിൻ വലാ തഫ്ലിൽ മർഅതു ഇലൽ മർഅ ഫീ സൗബിൻ വാഹിദ്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. രണ്ട് പുരുഷന്മാർ ഒരു വസ്ത്രത്തിൽ ഉറങ്ങരുത്, ഒരു വിരിപ്പിൽ ഉറങ്ങരുത്. രണ്ട് സ്ത്രീകൾ ഒരു വിരിപ്പ് ഉറങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇടയ്ക്കൊരു മറയില്ലാതെ എന്ന ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ച് പറയാണ്: ഫഹുവ നഹ്യുൻ തഹ്രീമുൻ ഇദാ ലം യകുൻ ബൈനഹുമാ ഹായിൽ വഫീഹി ദലീലുൻ അലാ തഹ്രീമി ലംസു ഔറതി ഗൈരിഹി ബിഅയ്യിൻ മിൻ ബദനിഹി ഖാൻ. ഈ പറഞ്ഞതിൽ അഥവാ ഇങ്ങനെ നിങ്ങൾ ഉറങ്ങരുത് എന്ന് പറഞ്ഞതിൽ അതിന്റെ നിഷിദ്ധം പാടില്ല എന്ന കാര്യമാണ് വ്യക്തമായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒരാളുടെ ഔറത്തിൽപ്പെട്ട ശരീരത്തിൽപ്പെട്ട ഏതു ഭാഗം സ്പർശിക്കുന്നതും നിഷിദ്ധമായിട്ടാണ് പരിശുദ്ധത്തിൽ കാണുന്നത്. അഥവാ സ്വർഗരതിയിലേക്ക് എത്താനുള്ള കവാടങ്ങളെ ഇസ്ലാം പൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം ഇന്ന് നമുക്കറിയാം. പരസ്പരം ഇടകലരുന്നതിൽ, ഒരുമിച്ച് കൂടുന്നതിൽ ഒരു പ്രശ്നവുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ലോകമെത്തിയത്. നമ്മുടെ മക്കള്, ആൺമക്കളും പെൺമക്കളും ക്യാമ്പസിൽ ക്ഷണിക്കാൻ കൊടുക്കുന്നു, അവരതേപോലെ തന്നെ എംബ്രേസ് ചെയ്യുന്നു, ആലിംഗനം ചെയ്യുന്നു. അതിലൊക്കെ ഇപ്പൊ എന്താണ്? നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പം, നിങ്ങൾ
നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന, അതൊക്കെയാണ് പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ തലയിൽ ഒരു ഇരുമ്പാണി അടിച്ചു കയറ്റുന്നതാണ് നമുക്ക് ഉത്തമമാണ്. അത്ര ഗൗരവതരമാണ് അന്യ പെണ്ണിനെ മനഃപൂർവ്വം സ്പർശിക്കുന്നതിന് ഇസ്ലാം കാണുന്നത്. ഇത് മാത്രവുമല്ല, കുടുംബ ജീവിത രംഗത്ത് തകർച്ചയുണ്ടാകാൻ ഈ സൂക്ഷ്മതയുടെ മതിലുകളെ തകർക്കുന്നത് കാരണമാകും. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ആരുടെയൊക്കെ മുമ്പിൽ കൃത്യമായ വസ്ത്രം ധരിക്കണമെന്ന കാര്യം വിശദീകരിച്ചപ്പോ സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, ഹമുവിന്റെ കാര്യം എന്താണ് റസൂലെ? ഹമു ഭക്തി സഹോദരൻ, ഇളയച്ചൻ മുത്തച്ഛൻ എന്നൊക്കെ പറയല്ലോ. എന്താണ് അവരുടെ കാര്യത്തിൽ, അവരുടെ മുമ്പിൽ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അതിന് റസൂൽ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഭർത്തൃ സഹോദരൻ മരണതുല്യമാണ്. മരണത്തെ പേടിക്കുന്ന പോലെ പേടിക്കണം എന്ന ഭർത്താവിന്റെ വസ്ത്രയും അനുജനയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഈ വീടുകളിൽ പലപ്പോഴും അവസ്ഥ എന്താ? ഭർത്താവ് ഗൾഫിലുള്ളത്, അവർക്ക് ഷോപ്പിങ്ങിന് പോകണം, അവർക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകാൻ എന്ത് ചെയ്യും? ഭർത്താവിന്റെ അനുജന്റെ ബൈക്കിൽ കയറും, ജ്യേഷ്ഠന്റെ ബൈക്കിൽ കയറും, രണ്ടുപേരും ഒന്നിച്ചു പോകും. ഇളയച്ചനാണ്, മൂത്തച്ഛനാണ്, ഒരു കുഴപ്പമില്ല, വീട്ടിൽ അങ്ങനെ തന്നെയാണ്. കാരണം ജ്യേഷ്ഠൻ ഏൽപ്പിച്ചതാണ്, അനുജൻ ഏൽപ്പിച്ചതാണ്. പക്ഷെ ദുരന്തങ്ങൾ വന്നിട്ട് പലപ്പോഴും നമ്മൾ കരയും. ഞാൻ ഓർത്തുപോകുന്ന ഒരു സദസ്സിലിരുന്ന് ഉമ്മയോടുള്ള ബാധ്യതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യനങ്ങനെ ഇറങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് കാരണം മനസ്സിലായി. കാരണം എനിക്കറിയാവുന്ന കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ആത്മഹത്യ ചെയ്തതായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഗർഭിണിയായതാണ്. ആരാ കാരണം? സ്വന്തം അനുജനായിരുന്നു. അതിൽ നാട്ടുകാരുടെ മാനം നഷ്ടപ്പെട്ടിട്ട് മനസ്സിന്റെ സമയം തെറ്റിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ സഹോദരങ്ങളൊക്കെ. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, സഹോദരൻ മരണതുല്യമാണ്. പേടിക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, മുതിർന്നവർ ശ്രദ്ധിക്കണം. ഭർത്താവിനെ കല്യാണം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഗർഭിണിയാണെങ്കിൽ അനുജന്മാരുണ്ട്, അതാ നീ അവന്റെ കൂടെ പോയിക്കോ, ഇവന്റെ കൂടെ പോയിക്കോ എന്ന് നിനക്ക് പറഞ്ഞേക്കുന്ന അവസ്ഥ, വീട്ടിൽ പരിധിയില്ലാതെ പെരുമാറുന്ന അവസ്ഥ പിശാചിന് കടന്നു വരാൻ കാരണമായി തീരുന്നു. അത് പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ തലയെത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നിട്ട് അവിടെ ഖേദിച്ചതുകൊണ്ടോ പ്രയാസപ്പെട്ടതുകൊണ്ടോ ഒരിക്കലും പ്രയോജനം ഉണ്ടായില്ല. ദീൻ പഠിപ്പിക്കുന്ന ഓരോന്നും നമ്മുടെ സുരക്ഷകളാണ്, നമ്മുടെ സമാധാനത്തിനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനുള്ളതാണ്. ആ സൂക്ഷ്മതയും ആ നിലക്കുള്ള മുൻകരുതലും എവിടെ നമ്മൾ നശിപ്പിക്കുന്നുവോ, അത് എവിടെ നമ്മൾ തകർക്കുന്നുവോ അവിടെ പിശാച് കടന്നു വരും, അവിടെ തിന്മകൾ സംഭവിക്കും. അത് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് കുടുംബരംഗത്തെ ഛിദ്രതയ്ക്കും കുടുംബരംഗത്തെ അസമാധാനത്തിനും അത് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളുടെ കൂടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് പലരും കടന്നുവിടും. ആഘോഷ ദിവസമാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ദിനങ്ങളാണ്. മകന്റെ ക്ലാസ്മേറ്റ്സ് ആണ്, മകളുടെ ക്ലാസ്മേറ്റ്സ് ആണ്, അവരൊന്ന് ആഘോഷിക്കുന്ന കുട്ടികളല്ലേ. അതാണ് പലപ്പോഴും നമ്മുടെ ചിന്ത. ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തേക്കോ വിദൂര പ്രദേശങ്ങളിലേക്കോ പഠനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞേക്കുമ്പോ അവർ പോകുന്നത് നമ്മുടെ കൂടെയല്ല, ട്രെയിനിൽ കയറ്റിവിടുകയാണ്, മനസ്സമാധാനത്തോടുകൂടെ കയറ്റിവിടുന്നത്. പക്ഷെ കുട്ടികൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും ഒന്നിച്ചു പോകാൻ. ഭാര്യാഭർത്താക്കളെക്കാളും കൂടുതൽ ഇടപഴകി ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് പലപ്പോഴും നാണം കൊണ്ട് അടുത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, യാത്രകളൊക്കെ പലപ്പോഴും നമ്മൾ നേരിടാൻ വേണ്ടി വരിക. നമ്മുടെ മക്കളാണത്. അന്യ സംസ്ഥാനങ്ങളിൽ ചെന്നാൽ അവരുടെ ഹോസ്റ്റലിന് അവരുടെ ജീവിതം എന്താണ് സാഹചര്യമെന്നാണ് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ല. ഈ പുണ്യയിലേക്ക് മക്കൾ ചെന്നിട്ട് അവസാനം ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി, നിക്കാഹിന്റെ തലേന്ന് അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ വാർത്ത നമ്മൾ കേൾക്കേണ്ടിയിരിക്കണമെങ്കിൽ കൊച്ചുനാളുകളിലെ തന്നെ ഇടപഴകുന്ന രംഗത്ത് കാണിക്കേണ്ടുന്ന സൂക്ഷ്മത, ഇസ്ലാമിക വിഷയത്തിൽ വെച്ചിട്ടുള്ള പരിചയം കൃത്യമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലെത്തിയിട്ടുള്ള നമ്മുടെ മക്കൾക്ക് റഹ്മാനായ റബ്ബ് ഇടകളിലും സന്തതികളിലും സൗഭാഗ്യം നൽകപ്പെട്ട അനുഗ്രഹീതരായ അടിമകളിൽ നമ്മൾ കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യവും പരസ്യവുമായ എല്ലാ തലങ്ങളിലും നിന്ന് ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് തൗഫീഖും ആഫിയത്തും ഈമാനും നൽകി അനുഗ്രഹിക്കാനുള്ള റഹ്മാനെ.
എല്ലാവിധത്തിലുള്ള ലൈംഗിക തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സന്തതികളെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ ഈ പള്ളിയുടെ കാര്യത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ജലീൽ സാഹിബ്, അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയാണ്. റഹ്മാനായ നാഥ, ഷാഫിയായ റഹ്മാനെ, അദ്ദേഹത്തിന്റെ രോഗം എത്രയും വേഗം സുഖപ്പെടുത്തി കൊടുത്ത് ഞങ്ങളോടൊപ്പം ഒന്നിച്ചു ചേരാൻ ഈ അദ്ദേഹത്തിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, അയൽവാസികൾ, സഹപ്രവർത്തകർ, എല്ലാവരുടെയും രോഗങ്ങൾ എല്ലാവർക്കും സുഖപ്പെടുത്തി കൊടുത്തു സന്തോഷവും സമാധാനവും ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ബിൽ ഖുർആൻ. സ്വല്ലല്ലാഹു അലൈഹി നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك تجيب الدعوات يا قاضي الحاجات. اللهم سهل لنا يا رب العالمين. اللهم سهل لنا يا رب العالمين. اللهم لا سهل إلا وجعلته سهلا وأنت تجعل الفضل لما شئت سهلا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.